സിയ ഗോയലും ചേതൻ അഗർവാളും ഇരുവരും തമ്മിലുള്ള ബന്ധം എവിടെ തുടങ്ങി, എപ്പോൾ തുടങ്ങി? ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിരുന്നു ചേതൻ അഗർവാൾ എന്ന യുവാവിന്റെ മരണത്തിൽ പോലീസ് ആദ്യം തേടിയത്. ഉത്തരമെത്തിയതാകട്ടെ 2025 ഒക്ടോബർ മാസത്തിലും. അന്ന് നടന്ന ഒരു പാർട്ടിക്കിടെ വെച്ചാണ് ചേതൻ യാദവും സിയ അഗർവാളും തമ്മിൽ പരിചയപ്പെടുന്നത്. തുടർന്ന് ഇരുവർക്കുമിടയിലെ സൗഹൃദം പ്രണയമായി വളർന്നു. കണക്കുകൂട്ടലുകൾ തെറ്റിയത് ഈ വർഷം ഫെബ്രുവരിയിലായിരുന്നു. പൂനെയിലെ പ്രമുഖ വ്യവസായിയുടെ മകനായ ചേതൻ അഗർവാളുമായി സിയയുടെ വിവാഹം ഉറപ്പിച്ചു. പിതാവ് വിവേക് അഗർവാളിന് വിവിധ മേഖലകളിൽ ബിസിനസ്സുകളുണ്ട്. 26-ാം വയസ്സിൽ തന്നെ ചേതൻ അഗർവാൾ പിതാവിനെ ഈ ബിസിനസ്സുകളിൽ സഹായിക്കുന്ന ജോലി ഏറ്റെടുത്തിരുന്നു. കുടുംബം നൽകിയ നിർദ്ദേശപ്രകാരം കുടുംബം തന്നെ കണ്ടെത്തിയ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ അയാൾ മാനസികമായി തയ്യാറെടുത്തിരുന്നു. അപ്പോഴും ചേതന് ചില സംശയങ്ങളുണ്ടായിരുന്നു. സിയ നിരന്തരം ആരോടാണ് ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത്. നിസ്സാര കാര്യങ്ങൾക്ക് പോലും അമിതമായി ദേഷ്യപ്പെടുന്ന സിയയുടെ സ്വഭാവം കണ്ടതോടെ ഇയാൾ പിതാവിനോട് തന്നെ ചോദിച്ചു, ഈ പെൺകുട്ടിയെക്കുറിച്ച് മതിയായ അന്വേഷണങ്ങൾ നടത്തിയോ എന്ന്. പിതാവായ വിവേക് അഗർവാളിന് നേരത്തെ ഈ പെൺകുട്ടിയുടെ കുടുംബത്തെ അറിയാവുന്നത് കൊണ്ട് തന്നെ വിവാഹവുമായി മുന്നോട്ടു പോകാനാണ് മകനോട് അയാൾ നിർദ്ദേശിച്ചത്. എന്നാൽ എങ്ങനെയെങ്കിലും ഈ വിവാഹത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന ചിന്തയായിരുന്നു സിയ ഗോയലിനുണ്ടായതും. തുടർന്ന് കാമുകനായ ചേതൻ ചൗധരിയുമായി ഗൂഢാലോചന നടത്തി എങ്ങനെയെങ്കിലും പ്രതിശ്രുത വരനെ ഈ വിവാഹത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനായി നീക്കം. പക്ഷേ ഇതിനോടകം തന്നെ ചേതനിൽ നിന്ന് നിരവധി രൂപയും വസ്തുക്കളും സമ്മാനമായി സിയയ്ക്ക് ലഭിച്ചിരുന്നു. ലഭിച്ചത് ഏകദേശം 1 കോടിയോളം രൂപ. ഈ തുക അത്രയും നൽകിയത് കാമുകനായ ചേതൻ യാദവിനായിരുന്നു. 17-ാം തീയതി സിയയുടെ ജന്മദിനം. ആഘോഷം ലോഹഗഡ് കോട്ടയിൽ മതിയെന്ന് നിർബന്ധം പിടിച്ചത് സിയയാണ്. ഉച്ചയോടെ കോട്ടയ്ക്ക് മുകളിലെത്തിയ സിയ ചേതനെ കൊക്കയുടെ വക്കത്തെത്തിച്ചു. പിന്നിലൂടെ എത്തിയ ചേതൻ യാദവ് ചേതനെ കൊക്കയിലേക്ക് തള്ളിയിട്ടു. 400 അടിയോളം താഴ്ചയിലേക്ക് ചേതൻ വീണത് കാൽ വഴുതിയാണ് എന്നാണ് സിയ ബന്ധുക്കളോട് പറഞ്ഞത്. സിയയുടെ പെരുമാറ്റത്തിലെ അസ്വാഭാവികത ആദ്യം ശ്രദ്ധിച്ചത് ചേതന്റെ സഹോദരിയാണ്. ചോദ്യം ചെയ്യലിൽ കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞു. പ്രതികളുടെ ഫോണുകൾ പോലീസ് വീണ്ടെടുത്തതോടെ അവർ തമ്മിൽ നടത്തിയ ആശയവിനിമയത്തിന്റെ മുഴുവൻ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം അവിടെ നിന്നും ലഭിക്കുകയായിരുന്നു. മകൾ കുറ്റവാളിയാണെങ്കിൽ ചേതൻ അഗർവാൾ കൊല്ലപ്പെട്ട അതേ രീതിയിൽ ലോഹഗഡ് കോട്ടയ്ക്ക് മുകളിൽ വെച്ച് കൊക്കയിലേക്ക് തള്ളിയിട്ട് മകളെ കൊല്ലണമെന്ന് ആ മാതാവും പിതാവും ഒരുപോലെ പറഞ്ഞു. ശാസ്ത്രീയ തെളിവുകൾ കൂടി പൂർണ്ണമായി ലഭിച്ചാൽ സിയയും ചേതനും ചേർന്ന് നടത്തിയ ക്രൂരകൃത്യം നിയമത്തിന് മുൻപിൽ പഴുതില്ലാത്തവണ്ണം തുറക്കപ്പെടും.